എല്ലാ വിദ്യാർത്ഥികളെയും BSSC ITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റിൻ്റെ അവസാനത്തെ ഭാഗമാണിന്ന്. ഈ ഭാഗത്തോടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. സോ ഇന്ന് നമുക്ക് കുറച്ച് കണക്കുകൾ തന്നെയാണ് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹1000 അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം for 18 months when interest is compounded half yearly. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് 10% സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 മാസത്തേക്കാണ്. അതായത് 1 വർഷവും 6 മാസവും അല്ലെങ്കിൽ 1.5 വർഷം. ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഹാഫ് ഇയർലിയിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹാഫ് ഇയർലി എന്നുള്ള രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ സെമി ആനുവലി എന്നുള്ള രീതിയിലാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പേഴ്സ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് ശേഷം ആ ഒരു ശ്രമം നടത്തിയതിന് ശേഷം നിങ്ങൾ ഞാൻ പറയുന്ന ആൻസറും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ആദ്യം തന്നെ തന്നേക്കുന്ന എടുത്തെഴുതുക. പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട് 1000 ആണ്. റേറ്റ് തന്നിട്ടുണ്ട് 10. അതുപോലെ തന്നെ വർഷം തന്നിട്ടുണ്ട് 18 മാസമെന്നാണ്. 1 വർഷവും പകുതി വർഷവും, 1 വർഷം കംപ്ലീറ്റും പിന്നെ പകുതി വർഷം, അതായത് 1.5 വർഷം. അതാണ് 1 and 1/2 അല്ലെങ്കിൽ 1 and half എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനെ തന്നെ നമ്മൾ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ 3/2 ഇയേഴ്സ് എന്ന് കിട്ടും. ആ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്നതൊക്കെ ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഫോർ ഹാഫ് ഇയർലി. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഷികമായിട്ട് നോക്കുമ്പോഴാണ്. ഇനി നമ്മുടെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇയർലിയാണ്. ഹാഫ് ഇയർലി ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസം വരും? നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് ആനുവൽ ചെയ്ത കണക്കുണ്ടല്ലോ, വാർഷികമായിട്ട് പലിശ കൂട്ടുപലിശ കണക്കാക്കുന്നതിൽ നിന്ന് ഈ ഹാഫ് ഇയർലി വരുമ്പോൾ എന്ത് വ്യത്യാസം വരും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അത് വരുമ്പോൾ വേറെ ഒന്നുമില്ല. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ, ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി. എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പകുതി കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പോൾ 10ൻ്റെ പകുതി കണ്ടുപിടിക്കണമെങ്കിൽ 10/2 ചെയ്യും. 20ൻ്റെ പകുതി കണ്ടുപിടിക്കണമെങ്കിൽ 20/2 ചെയ്യും. അതുപോലെ തന്നെ 100ൻ്റെ പകുതി കണ്ടുപിടിക്കണമെങ്കിൽ 100/2 ചെയ്യും. ഈ 2 എന്ന് പറയുന്ന സാധനമാണ് ഈ ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. നമ്മൾ 2നെ ഡിവൈഡ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ഹാഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിവൈഡ് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, 2ആണ് അവിടുത്തെ ഫാക്ടറായിട്ട് വരുന്നത്. സോ ഹാഫ് ഇയർലിയുടെ കണക്കായിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ടാണ് ഉപയോഗിച്ചത്. ആ ഒരു രീതിയിൽ നമ്മൾ നേരത്തെ പിന്തുടർന്ന് വന്ന രീതിയിൽ ഈ കണക്ക് ചെയ്യണമെങ്കിൽ ഫോർമുല ഉണ്ട്. ഇതിനു വേണ്ടി സെപ്പറേറ്റ് ഫോർമുല ഉണ്ട്. ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് A = P × 1 + 1/2 × R/100 2n. അതാണ് ഫോർമുല. അത് ഞാൻ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോർമുലയിൽ നമ്മൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടും. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ നേരത്തെ ഫോളോ ചെയ്തെന്ന ആ രീതിയിൽ തന്നെ ഇത് ചെയ്യാൻ പോവുകയാണ്. അത് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു പ്രിലിമിനറി ആയിട്ടൊരു സ്റ്റെപ്പ് എടുക്കണം. ആദ്യം ഞാനിത് ഷോർട്ട് കട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫോർമുല ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഫോർമുല എടുത്ത് എഴുതിയതിന് ശേഷം ഡയറക്റ്റായിട്ട് നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് അവലംബിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ സെമി ആനുവലി ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ റേറ്റ് പകുതിയാക്കണം. ഓക്കെ, റേറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേസമയം തന്നെ കാലയളവിൻ്റെ ഇരട്ടി എടുക്കുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ സെമി ആനുവലി ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വരത്തില്ല. ഞാനിപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്ത ഈ സ്റ്റെപ്പ് വരത്തില്ല. ആനുവലി ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബാക്കി പ്രൊസീജിയറിലോട്ട് പോയി ചെയ്യാൻ പറ്റും. പക്ഷേ ഹാഫ് ഇയർലി ആണെങ്കിൽ അല്ലെങ്കിൽ സെമി ആനുവലി ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് ഒന്ന് ഫോളോ ചെയ്യണം. സെമി ആനുവൽ എന്നോ ഹാഫ് ഇയർലി എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പകുതി എടുക്കുക, അതായത് 10/2 5% ആയിട്ട് മാറും. കാലയളവിൻ്റെ ഇരട്ടി എടുക്കുക, അതായത് 3/2 × 2 എന്ന് വരും. 3 years ആയിട്ട് മാറും. സോ ക്വസ്റ്റ്യൻ എങ്ങനെ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ 1000 ആണ്. റേറ്റ് പെർസെൻറ്റേജ് ഇപ്പോൾ നമ്മൾ പകുതി എടുത്തപ്പോൾ 5% ആയി. കാലയളവ്
നമ്മൾ 3 ഇയേഴ്സായിട്ട് മാറും. അതായത് ഈ 1.5 വർഷത്തെ ആനുവലി കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതിൻ്റെ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ സെമി ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് പെർസെൻറ്റേജിനെ പകുതിയാക്കും, കാലയളവിനെ ഇരട്ടിയാക്കും. അതായത് നമ്മൾ സെമി ആനുവലിയിലാണ് ചെയ്യണമെങ്കിൽ 1000 രൂപയുടെ പലിശ 1.5 വർഷം കഴിഞ്ഞുള്ള പലിശ കണ്ടുപിടിക്കണമെങ്കിൽ, ഞാൻ പറയണമെന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. സെമി ആനുവലി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പ്രിൻസിപ്പൾ 1000 തന്നെയാണ്, പക്ഷേ നമ്മൾ റേറ്റ് പെർസെൻറ്റേജ് പകുതിയാക്കും, അതുപോലെ തന്നെ കാലയളവ് ഇരട്ടിയാക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സോ 5% 3 ഇയർ, അതിനാണ് കണ്ടുപിടിക്കേണ്ടത്. 3 ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോഡ് പഴയ കോഡ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സോ നമ്മുടെ കോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1331 ആണ്. സോ 3 സ്റ്റെപ്പ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്തോളുക. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. ഇനി ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെയാണ്. ഇവിടെ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നമ്മുടെ ഈ കണക്കിൽ വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിലാണ് പറഞ്ഞത്. ഞാൻ ഒന്നും കൂടെ അത് ഒരു ബോക്സിൻ്റെ അകത്താക്കി കാണിച്ചു തരാം. ഈ ഒരു സ്റ്റെപ്പിൻ്റെ അകത്താണ് അത് വരുന്നത്. കഴിഞ്ഞ കണക്കുകൾ ആനുവലിയിലാണ് നമ്മൾ കണ്ടുപിടിച്ച കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിൽ നിന്ന് ഇവിടെ വരുമ്പോഴുള്ള ഒരേ ഒരു വ്യത്യാസമാണ് ഞാനിപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്ത് മേളിൽ രണ്ടാമത്തെ ലൈനിൽ വരച്ച് കാണിച്ചിട്ടുള്ളത്. സെമി ആനുവൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. റേറ്റ് പെർസെൻറ്റേജിൻ്റെ പകുതി എടുക്കുക, കാലയളവിൻ്റെ ഇരട്ടിയാക്കുക, എന്നിട്ട് ബാക്കി കണക്കുകൾ പഴയതുപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ ചെയ്യുക. സോ പിന്നെ കണക്ക് ഇത് അതായത് പ്രിൻസിപ്പൾ 1000 എന്നാവും, റേറ്റ് പെർസെൻറ്റേജ് 5 എന്നാവും, ഇയർ എത്രയാവും? 3 ഇയർ ആവും. സോ 1000-ന് 3 വർഷത്തേക്ക് 5% റേറ്റ് പെർസെൻറ്റേജിൽ പലിശ കണ്ടുപിടിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പഴയ മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവായി. സോ കോഡ് 1331 ആണ്. 4 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ അതുപോലെ എടുത്തെഴുതുക, അത് അതുപോലെ തന്നെ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രിൻസിപ്പളിൻ്റെ റേറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? ഇവിടെ 5% ആണ്, അത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 5%, 1000-ൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം 5/100 എന്ന് എഴുതുക, ഇൻറ്റു 1000 ചെയ്യുക. ആൻസർ എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ഇനി ആ 50 എടുത്തിട്ട് അതിൻ്റെ 5% കണ്ടുപിടിക്കണം. അതായത് 50 × 5/100 ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ 2.5 എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പിൽ. അടുത്ത് ഈ 2.5-നെ എടുത്തിട്ട് അതിൻ്റെ 5% കണ്ടുപിടിക്കും. അതിൻ്റെ 2.5-ൻ്റെ 5% കണ്ടുപിടിക്കാനും 2.5 × 5% എന്ന് പറഞ്ഞാൽ 5/100 ആണ്. അത് ചെയ്യുമ്പോൾ 0.125 എന്ന് കിട്ടും. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെയാണ്. അത് ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ നിന്ന് 1-2 പ്രാവശ്യങ്ങൾ ചെയ്ത് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രത്തോളെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതേ ഓക്കെ ആവുള്ളൂ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തവർക്ക് അറിയാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഡിൽ പറയുന്ന നമ്പറുകൾ കൊണ്ട് നമുക്കിപ്പോൾ കിട്ടിയ ആൻസറുകളെ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ ആൻസർ ഇപ്പോൾ കിട്ടിയത് 1000 ആണ്, അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 1000 എന്ന് കിട്ടും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയത് 50 ആണ്, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 150 എന്ന് കിട്ടും. മൂന്നാം സ്റ്റെപ്പിൽ കിട്ടിയ 2.5 ആണ്, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 7.5 എന്ന് കിട്ടും. നാലാം സ്റ്റെപ്പിൽ കിട്ടിയത് 0.125 ആണ്, അതിനെ 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യും, അതിന് 0.125 എന്ന് കിട്ടും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. സ്റ്റെപ്പ് 2-ഉം സ്റ്റെപ്പ് 3-യും സ്റ്റെപ്പ് 4-ഉം എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 150 പ്ലസ് ഇവിടെ ഉണ്ട് 150 പ്ലസ് 7.5 പ്ലസ് 0.125, ആൻസർ എന്ത് കിട്ടും? 157.625 എന്ന് കിട്ടും. ഇതേ ആൻസർ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉള്ളത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നോക്കാം. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെയാണ് കണക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരേ ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർമുല ഉപയോഗിച്ചേ പറ്റുള്ളൂ. ഇതാണ് ഇങ്ങനെയുള്ള ഈ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, 80% സാധ്യത അത് തന്നെയാണ്. പക്ഷേ 20% സാധ്യത മറ്റു ക്വസ്റ്റ്യങ്ങൾക്ക് സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് ആ രീതിയിലും കൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. സോ ചില ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോർമുല പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫോർമുലയ്ക്ക് അത്രത്തോളം പ്രാധാന്യം ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചില ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ് വാട്ട് റേറ്റ് പെർ ആനം വിൽ ₹640 amount to 774.4 in 2 years, interest being compounded annually. സോ ചോദ്യം ഇതാണ്, എത്ര പലിശ നിരക്കിൽ
എത്ര പലിശ നിരക്കിൽ, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് റേറ്റ് പെർ ആനം, എത്ര പലിശ നിരക്കിൽ 640 രൂപ പ്രിൻസിപ്പളായിട്ട് എടുത്തു കഴിഞ്ഞാൽ 640 രൂപ എത്ര പലിശ നിരക്കിലായിരിക്കും 774.4 രൂപയാവുന്നത് 2 വർഷം കൊണ്ട്? അതാണ് ചോദ്യം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ടഡ് ആനുവലി. സോ നമുക്ക് നേരത്തെ പ്രോബ്ലങ്ങളൊന്നും വരില്ല ഇവിടെ. ആനുവലി വാർഷികമായിട്ടാണ് കണക്കാക്കുന്നത്. സോ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല. ഈ കണക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ആദ്യം തന്നേക്കുന്ന വാല്യൂസൊക്കെ ഒന്ന് എടുത്തെഴുതാം. സോ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട് 640, അതുപോലെ തന്നെ എമൗണ്ട് തന്നിട്ടുണ്ട് 774.4, കാലയളവ് വന്നിട്ടുണ്ട് 2 വർഷമാണ്, റേറ്റ് പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 2 വർഷത്തെ പലിശ ആനുവലി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് എ ഈക്വൽ ടു എമൗണ്ട്. എമൗണ്ടാണ് എ എന്ന് പറഞ്ഞ കേട്ടോ. എമൗണ്ട് എ ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ദ ഹോൾ റേസ് ടു n. പി എസ് എമൗണ്ട് എ സമം പി ഇൻറ്റു 1 + r/100 ദ ഹോൾ റേസ് ടു n. സോ അവിടെ എയുടെ സ്ഥാനത്ത് 774.4 കൊടുക്കുക, സമം പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 640 ആണ്, ഇൻറ്റു 1 + r/100 ദ ഹോൾ റേസ് ടു 2. n എന്ന് പറഞ്ഞാൽ 2 വർഷമാണ്. സോ അതുപോലെ കൊടുക്കുക. ഈ ലൈനാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇവിടെ ആറിൻ്റെ ഭാഗം, അതായത് 1 + r/100 എന്ന് പറയുന്ന ഭാഗം തൽക്കാലം ഒന്നും ചെയ്യേണ്ട. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇട സൈഡിൽ 774.4 എന്നാണ് ഇടുന്നത്. ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണുള്ളത്. പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 0 അത് മാറ്റുകയാണ്. 774 പോയിൻ്റ് മാറ്റുമ്പോൾ ആ 2 സ്ഥാനം മാറ്റുമ്പോൾ 2 സ്ഥാനം മാറ്റുന്നതിന് ഒരാളുടെ ഡിനോമിനേറ്ററിൽ 100 വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല. 774.4നെ നമ്മുടെ ഫ്രാക്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ, പോയിൻ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം 77,440/100. കാരണം പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ദശാംശ സ്ഥാനമാണുള്ളത്. ആ 2 ദശാംശ സ്ഥാനത്തിന് മാറ്റുമ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ 1 2 0 കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പം ചെയ്തത്. സമം 640 ഇൻറ്റു 1 + r/100. ഈ അടുത്ത സ്റ്റെപ്പിൽ ഞാനിതിനെ ഇങ്ങനെ മാറ്റിയെന്നേ ഉള്ളൂ. എ ബിക്ക് തുല്യമാണെങ്കിൽ ബി എക്കും തുല്യമായിരിക്കും. ഇടത് സൈഡ് വലത് സൈഡിന് തുല്യമാണെങ്കിൽ വലത് സൈഡ് ഇടത് സൈഡിന് തുല്യമായിരിക്കും. സോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ മൊത്തമായിട്ട് മാറ്റുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. അതാണ് അവിടെ ചെയ്തത്. സോ ഇനി 1 + r/100 ദ ഹോൾ സ്ക്വയറിൻ്റെ കൂടെ 640 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അത് വലത് സൈഡിൽ പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. ഈ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന 640 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ വലത് സൈഡിൽ പോയ 640 എന്താവുന്നത്? ഡിവിഷൻ ആവുന്നത്. ഇനി 1 + r/100 ദ ഹോൾ സ്ക്വയർ സമയം എന്ത് കിട്ടും? 77,440/100 ഇൻറ്റു 640. സോ അവിടെ നിന്ന് 1 + r/100 കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൻ്റെ സ്ക്വയർ അറിയാമെങ്കിൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കും. സോ സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അതാണ് ഈ സ്റ്റെപ്പിൽ വരുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം 1 + r/100 എന്ന് പറഞ്ഞാൽ 1.1 കിട്ടും. സോ r/100നോടെ പ്ലസ് ചെയ്തേക്കാണ് 1. അത് വല സൈഡിൽ പോകുമ്പോൾ ഈ 1 വല സൈഡിലോട്ട് പോകുമ്പോഴാണ് പ്ലസ് ചെയ്യുന്നൊരു സാധനം വല സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അത്രേ ഉള്ളൂ. സോ r/100 സമം, പിന്നെ ഇടത് സൈഡിൽ r/100 മാത്രമേ ഉള്ളൂ. r/100 സമം 1.1 - 1, അതായത് 0.1 എന്ന് കിട്ടും. ഇവിടെയും അടുത്ത സ്റ്റെപ്പിൽ അത് തന്നെയാണ്. ഡിവൈഡ് ചെയ്തേക്കുന്ന 100 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ 0.1 ഇൻറ്റു 100 എന്ന് വരും, 10 എന്ന് കിട്ടും. ആൻസർ 10 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഫോർമുല ഉപയോഗിച്ചാണ് ചെയ്തത്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 years. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇത് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എളുപ്പം. മറ്റതുപോലെയല്ല, ഇത് എളുപ്പം അങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതെന്താണ് കാര്യം എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ സെയിം എമൗണ്ട് 2 പേര് എടുക്കുകയാണെന്ന് വിചാരിക്കുക. 2 പേര്, ഇപ്പം 2 ആൾക്കാരുണ്ട്, എയും ബിയും. ആദ്യത്തെ ആൾ എ ഒരു ബാങ്കിൽ നിന്ന് 10,000 രൂപ കടമെടുത്തെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ആൾ മറ്റൊരു ബാങ്കിൽ നിന്ന് 10,000 രൂപേനെ കടമെടുത്തെന്ന് വിചാരിക്കുക. ഈ ആദ്യത്തെ ബാങ്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ബാങ്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ.
ആദ്യത്തെ ആൾ കടമെടുക്കുന്നത് ഒരു ബാങ്കിൽ നിന്നാണ്. ആ ബാങ്ക് എന്ത് പലിശ സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ സമ്പ്രദായമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ആൾ എടുത്ത ബാങ്കിൽ അവർ കൂട്ടുപലിശയാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ് കണക്കാക്കുന്നത്. സോ ഇവർ രണ്ടുപേരും കടമെടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കുകയാണെന്ന് വിചാരിക്കുക. രണ്ടുപേരും ഒരേ എമൗണ്ട് ആയിരിക്കില്ല ഒരിക്കലും അടയ്ക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് വഴി പലിശ എടുത്ത ആൾ അടയ്ക്കേണ്ട തുക കുറവായിരിക്കും. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുത്ത ആളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കൂട്ടുപലിശയ്ക്ക് പൈസ എടുത്ത ആളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ എമൗണ്ട് ആയിരുന്നാലും ആ ഒരു കുറവ് ഉണ്ടാവും. ആ ഒരു ഡിഫറൻസിനെയാണ് ഇപ്പം ഒരേ ആൾക്കാർ രണ്ടാൾക്കാർ ഒരിടത്ത് സിമ്പിൾ ഇൻട്രസ്റ്റും മറ്റിടത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് എത്ര എമൗണ്ട് അടയ്ക്കുമെന്ന് നോക്കുമ്പോൾ ആ എമൗണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസം, ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശയാണെങ്കിൽ കൂടുതൽ എമൗണ്ട് ആയിരിക്കും, സാധാരണ പലിശയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കുറഞ്ഞ പൈസ ആയിരിക്കും അടയ്ക്കേണ്ടി വരിക. ആ ഒരു വ്യത്യാസം, ഇവ തമ്മിലുള്ള ഈ 2 വർഷത്തെ സെയിം കാലയളവിലുള്ള വ്യത്യാസം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല P/R/100 സോ ഇതിന് വേറെ ഒരു ഷോർട്ട് കട്ടും അടിക്കണ്ട, ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. P/R/100 സോ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ എ സം ഓഫ് 8,000 ലെൻറ്റ് അറ്റ് 10% പെർ ആനം ഇൻ 2 years. സോ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. 8,000 രൂപ 10% പലിശയിൽ 2 വർഷത്തേക്ക് എന്തെങ്കിലും നിക്ഷേപിക്കുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ വ്യത്യാസമാണ്. സോ ഇത് ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിക്കുക, ഞാൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ബേസ് ചെയ്തിട്ട് ശേഷം ആ ഫോർമുല ഉപയോഗിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതിനുശേഷം മാത്രം ഞാൻ പറഞ്ഞിരുന്ന ആൻസർ നോക്കുക. സോ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പി കിട്ടും. പി എത്രയാണ്? പ്രിൻസിപ്പൾ 8,000 ആണ്, N 2 വർഷമാണ്, റേറ്റ് ഓഫ് അത് പലിശ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10% ആണ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫോർമുല പ്രകാരം അവിടെ പറഞ്ഞിട്ടുണ്ട്. P/R/100 എന്നാണ്. പിയുടെ സ്ഥാനത്ത് 8,000 എന്ന് എടുക്കുക, R എന്ന് പറഞ്ഞാൽ 10 ആണ്, /100 സോ അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 80 എന്ന് കിട്ടും. സോ ഇത്രയൊക്കെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. ഇത്രയൊക്കെ ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഇതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉടനെ തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ് കേട്ടോ.